ബീഹാറിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോരാട്ടം കനക്കുന്നു. ബീഹാറിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരയിലും പട്നയിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. പട്നയിലെ മെഗാ റോഡ് ഷോ നടത്തും. ബീഹാറിൽ ഇന്ത്യയെ ഭരണ തുടർച്ച നേടുമെന്ന് അഭിപ്രായ സർവേകൾ പുറത്തു വന്നിരുന്നു. ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബീഹാറിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാവുകയാണ്. പട്ന ഉൾപ്പെടെ 121 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഈ മാസം 6-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഇന്ന് പട്നയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മെഗാ റോഡ് ഷോ ഉണ്ട്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ബെയ്ലി റോഡിൽ നടക്കുന്നത്. 6 കിലോമീറ്റർ ദൂരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെഗാ റോഡ് ഷോ നടത്തും. 10,000-കണക്കിന് ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതിൻ്റെ ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് पटना BJP ऑफिस समीपമാണ്. भाई साहब, आज PM का रैली होने वाला है, कैसा क्रामीकरण कैसा चल रहा है, लोगों का प्रतिक्रिया? समीकरण बहुत बेहतर चल रहा है. पूरे बिहार में विकास बनाम विनाश है. तो जो NDA इंडिया गठबंधन का जो 15 बरसों का कार्यकाल रहा है वह बिहार के लिए दुर्भाग्यपूर्ण था. आज 20 वर्षों में आदरणीय प्रधानमंत्री और नीतीश कुमार जी के नेतृत्व में बिहार हर क्षेत्र में आगा बढ़ा है. जनता को और इस 25 के चुनाव में और उत्साहित है कि नीतीश कुमार और प्रधानमंत्री जी ने बिहार को अगले देश के अगले पंक्ति में खड़ा करने के लिए योजना बना हुआ है और उस योजना से चलकर हम देश के विकास में प्रथम स्थान हम पाएंगे बिहार के लोग. और ये जो प्रचार में आज PM का रैली कितना इम्पोर्टेंट है? बिहार का आज का PM का रैली बहुत इम्पोर्टेंट है. जन जन में इसकी आवाज़ जाएगी. जन जन में प्रधानमंत्री की लोकप्रियता है, वह पार्टी के लिए लाभ होगा. और हम चुनाव हर हाल में यहाँ 2/3 बहुमत से बिहार में सरकार बनाएंगे. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ BJPയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി മെഗാ റോഡ് ഷോ ഇന്ന് ഏറെ നിർണായകമാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ജനങ്ങളോടുള്ള സംവാദം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും കൂടാതെ RJDയുടെ ജംഗിൾ രാജ് ഭരണത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഒപ്പം 6 കിലോമീറ്റർ ദൂരമാണ് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുന്നത്. നിലവിൽ NDAയും ഒപ്പം RJD നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും തമ്മിൽ അതിശക്തമായിട്ടുള്ള മത്സരം, ഏകദേശം 150ഓളം മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള നേർക്കുനേർ പോരാട്ടം തന്നെ നടക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. പക്ഷേ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസും ഇടതുമുന്നണികളും അത്രത്തോളം ദുർബലമാണ് എന്ന നിരീക്ഷണം കൂടി, വിലയിരുത്തൽ കൂടി നമുക്ക് നടത്തേണ്ടി വരും. RJDക്കൊപ്പം നിന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ, അതിനനുസൃതമായി ജനസ്വാധീനം ഉണ്ടാക്കാനും കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രചാരണത്തിൽ ഇന്ത്യ മുന്നണി വളരെയധികം പിറകിലേക്ക് പോയിരിക്കുന്നു എന്ന് വിലയിരുത്താം. ഇന്ന് പ്രധാനമന്ത്രിയുടെ റാലിയോടുകൂടി NDAയുടെ പ്രചാരണ രംഗത്തിന്, ക്യാമ്പിന് കൂടുതൽ ആത്മവിശ്വാസം നൽകും. 121 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നത്. ബീഹാറിൽ മികച്ച ഭൂരിപക്ഷത്തിൽ 140 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് NDA ഭരണ തുടർച്ച നേടും എന്ന അഭിപ്രായ സർവേകളും പുറത്തു വന്നിരുന്നു.